ശബരിമല സ്വർണ്ണക്കവർച്ച കേസിൽ തന്ത്രിയുടെ ജാമ്യത്തിനെതിരെ അപ്പീൽ നൽകുന്നതിൽ SIT-യിൽ ആശയക്കുഴപ്പം. അപ്പീൽ നൽകിയാൽ തിരിച്ചടിയാകുമെന്ന ആശങ്കയെ തുടർന്ന് SIT സർക്കാരിനോട് അഭിപ്രായം തേടി. മുഖ്യമന്ത്രിയുടെ നിലപാട് നിർണായകമാകും. വിനീഷ് ഒപ്പം ചേർന്നു. വിനീഷ്, നമ്മൾ നേരത്തെ ഈ വാർത്തയെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ തേടുമ്പോഴാണ് കിരൺ റിജിജു BJP-യുടെ മധ്യമേഖലാ കമ്മിറ്റി ഓഫീസിന്റെ ഉദ്ഘാടനം നിർവഹിച്ച് മാധ്യമങ്ങളോട് സംസാരിച്ചത്. പറഞ്ഞു വന്നത് തുടരൂ വിനീഷ്. ഈ തന്ത്രിയെ കുടുക്കിയതിലൂടെ CPM നേതാക്കളെ രക്ഷപ്പെടുത്താനുള്ള ഒരു ശ്രമം തന്നെയാണ് നിലവിൽ സർക്കാരും പ്രത്യേക അന്വേഷണ സംഘവും നടത്തിയത് എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. തന്ത്രിയെ പിടികൂടുന്ന സമയത്ത് അല്ലെങ്കിൽ തന്ത്രിക്കെതിരെ ഈ ഒരു വ്യാജ രീതിയിലുള്ള ആരോപണങ്ങൾ ഉയർത്തിക്കൊണ്ട് അല്ലെങ്കിൽ കണ്ടെത്തലുകൾ നടത്തി എന്ന ആക്ഷേപം ഉയർത്തിക്കൊണ്ട് പ്രത്യേക അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്ത് റിമാൻഡ് ചെയ്തപ്പോൾ ആ ഒരു ഘട്ടം എന്ന് പറയുന്നത് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൻ്റെ ഒരു സാഹചര്യം കടുത്തു നിൽക്കുന്ന ഒരു ഘട്ടത്തിലായിരുന്നു. ആ സമയം മുതൽ തന്നെ ഈ ഒരു കേസിനെ വഴിതിരിച്ചു വിടാനുള്ള ഒരു ശ്രമം സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും പ്രത്യേക അന്വേഷണ സംഘത്തിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായെന്ന് ഹൈന്ദവ സംഘടനകൾ പല ഘട്ടങ്ങളിലായി ആരോപണം ഉന്നയിച്ചു. അതെല്ലാം ശരിവയ്ക്കുന്ന ഒരു നിരീക്ഷണം തന്നെയായിരുന്നു പിന്നീട് ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായത് എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. കാരണം ഏത് തരത്തിലുള്ള കണ്ടെത്തലുകളാണ് ഈ തന്ത്രിക്കെതിരെ പ്രത്യേക അന്വേഷണ സംഘം നടത്തിയത് എന്ന ചോദ്യം അന്വേഷണ സംഘത്തിനോട് കോടതി ആരായുമ്പോൾ അതിൽ കൃത്യമായ മറുപടി പറയാൻ ഈ അന്വേഷണ സംഘത്തിന് സാധിക്കാത്ത സാഹചര്യം ഉണ്ടായി. പിന്നീട് കോടതിയുടെ തന്നെ രൂക്ഷ വിമർശനം ഈ അന്വേഷണ സംഘത്തിന് നേരിടേണ്ടി വന്ന സാഹചര്യം ഉണ്ടായി. അതിന് തൊട്ടു പിന്നാലെ ഈ ജാമ്യം ലഭിച്ചത് അതിനെ ചോദ്യം ചെയ്തുകൊണ്ട് അപ്പീൽ നൽകാനുള്ള ഒരു നടപടി തൽക്കാലത്തേക്ക് മുഖം രക്ഷിക്കാൻ ഈ പ്രത്യേക അന്വേഷണ സംഘത്തിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുമ്പോൾ അത് തിരിച്ചടിയാകുമോ എന്ന ആശങ്കയാണ് ഇപ്പോൾ പ്രത്യേക അന്വേഷണ സംഘത്തിനുള്ളത്. മറ്റൊന്നും കൊണ്ടല്ല, ഒരു തരത്തിൽ കോടതിയുടെ ഒരു വിമർശനം ഈ കേസുമായി ബന്ധപ്പെട്ട് തന്ത്രിയുടെ കാര്യത്തിൽ പ്രത്യേക അന്വേഷണ സംഘത്തിന് നേരിടേണ്ടി വന്നു, SIT-ക്ക് നേരിടേണ്ടി വന്നു. ആ സാഹചര്യത്തിൽ ഒരുപക്ഷെ വീണ്ടും മേൽക്കോടതിയെ സമീപിക്കുമ്പോൾ മേൽക്കോടതിയിൽ നിന്നും ഇത്തരത്തിലുള്ള ഒരു വിമർശനം ഉണ്ടായാൽ അത് പ്രത്യേക അന്വേഷണ സംഘത്തിന് വലിയ തിരിച്ചടിയാകും. ആ ഘട്ടത്തിലാണ് ഇപ്പോൾ സർക്കാരിനോട് ഇതിലെ അഭിപ്രായം തേടിക്കൊണ്ട് പ്രത്യേക അന്വേഷണ സംഘം നീങ്ങുന്നത്. ഇതിൽ നിർണായകമാവുക ഏതെങ്കിലും തരത്തിൽ ഇനിയും അപ്പീൽ പോകണമോ എന്ന ഒരു അന്തിമ തീരുമാനം കൈക്കൊള്ളാൻ സർക്കാരിനോട് അഭിപ്രായം കേൾക്കുമ്പോൾ അതിൽ തീരുമാനം കൈക്കൊള്ളുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയനാകും എന്ന കാര്യത്തിൽ സംശയമില്ല. നേരത്തെ ഹൈന്ദവ സംഘടനകളും മറ്റ് രാഷ്ട്രീയ പാർട്ടികളും പ്രത്യേകിച്ച് BJP അടക്കമുള്ള രാഷ്ട്രീയ പാർട്ടികൾ പല ഘട്ടങ്ങളിലും ഉന്നയിച്ച ആക്ഷേപം ഇത്തരത്തിലാണ്. SIT-യുടെ അന്വേഷണത്തിൽ അത് കൃത്യതയില്ല. SIT ചില ഘട്ടങ്ങളിൽ പോലും സർക്കാരിൻ്റെ ചട്ടുകമായി പ്രവർത്തിക്കുന്നു എന്ന ആക്ഷേപം ഉന്നയിച്ചിരുന്നു. അതെല്ലാം ശരിവയ്ക്കുന്ന തരത്തിലാണ് ഇപ്പോൾ കാര്യങ്ങൾ എത്തി നിൽക്കുന്നത് എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. ഒപ്പം തന്നെ ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രനെ മുൻ ദേവസ്വം മന്ത്രിയായിരുന്ന കടകംപള്ളി സുരേന്ദ്രനെ സംരക്ഷിക്കാനായിട്ടാണ് ഈ തന്ത്രിയുടെ അറസ്റ്റിലേക്ക് വരെ എത്തിച്ചത് കാര്യങ്ങൾ എന്ന ആക്ഷേപവും ഇപ്പോൾ ശക്തമായി തന്നെ ഉയർന്നു വരുന്ന ഒരു സാഹചര്യമാണ് നിലനിൽക്കുന്നത്. ഇതിന് ഏതെങ്കിലും തരത്തിൽ തടയിടുക എന്ന ശ്രമം തന്നെയാണ് പ്രത്യേക അന്വേഷണ സംഘത്തിനുള്ളത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഇനി മേൽക്കോടതിയിലേക്ക് അപ്പീലുമായി പോകണമോ എന്ന അഭിപ്രായം ആരായാൻ സർക്കാരിനെ സമീപിച്ചിരിക്കുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതായത് ഈ SIT ഒരു തെളിവും തന്ത്രിക്കെതിരെ നൽകാൻ കഴിഞ്ഞില്ല എന്നാണല്ലോ ഹൈക്കോടതി പറഞ്ഞത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ജാമ്യത്തിൽ വിട്ടത്. ഒരുപക്ഷെ മറ്റു പ്രതികളൊക്കെയും SIT കുറ്റപത്രം സമർപ്പിക്കാൻ വൈകിയ കാരണത്താലുള്ള സ്വാഭാവിക ജാമ്യം നേടി പുറത്തു വന്നവരാണ്. ഇവിടെ തന്ത്രിക്കെതിരെ മാത്രം സർക്കാർ വഴി SIT-യുടെ നീക്കം. മുഖ്യമന്ത്രി ഇനി എന്തു പറയാനാണ്? കോടതിയിൽ ചെന്നാൽ അടികിട്ടുമെന്ന് ഏകദേശം ഉറപ്പാണല്ലോ. നേരത്തെ ഇത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് സർക്കാരിൻ്റെ ഇംഗിതങ്ങൾക്കനുസരിച്ച് ഈ SIT അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോയി എന്ന് തന്നെയാണ്. അതിൻ്റെ അടിസ്ഥാനത്തിലാണല്ലോ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ പ്രത്യേകിച്ച് സർക്കാരിനോട് അഭിപ്രായം തേടാനുള്ള ഒരു നീക്കത്തിലേക്ക് SIT നീങ്ങുന്നത് എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായിരുന്നാലും നേരത്തെ കൃഷ്ണരാജ് സൂചിപ്പിച്ചതുപോലെ തന്നെ അന്വേഷണ സംഘം പലപ്പോഴും ഈ CPM നേതാക്കളെ സംരക്ഷിക്കാനായി അല്ലെങ്കിൽ CPM നേതാക്കൾക്ക് ജാമ്യം ലഭിക്കാനായി ഒരു കുറ്റപത്രം പോലും ഒരു കേസിൻ്റെ നടപടിക്രമമായി പ്രാഥമിക സമർപ്പിക്കേണ്ട കുറ്റപത്രം പോലും കാലാവധിക്കുള്ളിൽ നടപ്പിലാക്കാൻ
അല്ലെങ്കിൽ അത് സമർപ്പിക്കാൻ അന്വേഷണ സംഘത്തിന് സാധിച്ചില്ല. അത് സാധിക്കാത്തത് വന്നത് പോലും സർക്കാരിൻ്റെ ഇടപെടലാണ്. ഈ CPM-ന്റെ ഉന്നത നേതാക്കൾ, ഇടതുപക്ഷത്തോട് അനുഭവമുള്ള ഉദ്യോഗസ്ഥർ, ഇവർക്കൊക്കെ ജാമ്യം ലഭിക്കാൻ വേണ്ടി തന്നെയാണ് ഇത്തരത്തിലുള്ള ഒരു നീക്കം നടത്തിയിരിക്കുന്നത് എന്ന കാര്യത്തിൽ സംശയമില്ല. അവിടെ ജാമ്യം ലഭിക്കുമ്പോഴും അതിൽ കുറ്റപത്രം സമർപ്പിക്കാൻ ഇപ്പോഴും അന്വേഷണ സംഘം തയ്യാറാകാതെ എന്തുകൊണ്ട് തന്ത്രിക്ക് വേണ്ടി വീണ്ടും പിടിപൊറുക്കുന്നു എന്നതാണ് സംശയമായി നിലനിൽക്കുന്നത്. കാരണം മറ്റൊന്നും കൊണ്ടല്ല, നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന സാഹചര്യത്തിൽ ജനങ്ങൾ ഇതിനെതിരെ വിധി എഴുതും. പ്രത്യേകിച്ച് ശബരിമലയിലെ ക്ഷേത്രത്തിൽ ഇത്തരത്തിലുള്ള ഒരു വൻ കൊള്ള സംസ്ഥാന സർക്കാരിൻ്റെ നേതൃത്വത്തിൽ, പ്രത്യേകിച്ച് പിണറായി സർക്കാരിൻ്റെ നേതൃത്വത്തിൽ നടക്കുമ്പോൾ അതിനെതിരെയുള്ള ഒരു വിധിയെഴുത്താകും നിയമസഭാ തെരഞ്ഞെടുപ്പ്. ആ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തൽക്കാലത്തേക്ക് ഹൈന്ദവ സമൂഹത്തിനിടയിൽ തന്ത്രിയും ഇതിൽ പ്രതിയാണ് എന്ന് വരുത്തി തീർക്കാനുള്ള ഒരു ശ്രമമാണ് ഇപ്പോഴത്തെ SITയുടെ നീക്കം. അപ്പീൽ പോകണമോ എന്ന ഒരു നിർദ്ദേശം സർക്കാരിൽ നിന്ന് അഭിപ്രായം തേടാൻ പോലും ഇപ്പോൾ പ്രത്യേക അന്വേഷണ സംഘം ശ്രമിക്കുന്നത് എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായിരുന്നാലും ഇതിൽ സർക്കാരിൻ്റെ നിലപാട് എന്താകും എന്നത് തന്നെ നമുക്ക് നോക്കിക്കാണേണ്ടിയിരിക്കുന്നു. പക്ഷേ മറ്റു പ്രതികളെല്ലാം ഇപ്പോൾ സുഗമമായി ജാമ്യം ലഭിച്ച് പുറത്തിറങ്ങുമ്പോഴും SIT എന്ന് പറയുന്ന നമ്മുടെ പ്രത്യേക അന്വേഷണ സംഘം നോക്കുകുത്തിയായി തന്നെ സർക്കാരിൻ്റെ ചട്ടുകമായി തന്നെ മാറുന്നു എന്നതാണ് ഇതിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ശരി, ശബരിമല സ്വർണ്ണ കവർച്ച കേസിൽ തന്ത്രിയുടെ ജാമ്യത്തിനെതിരെ അപ്പീൽ നൽകുന്നതിൽ SITയിൽ വലിയ ആശയക്കുഴപ്പവും, അപ്പീൽ പോയാൽ തിരിച്ചടിയാകുമെന്ന് ആശങ്കപ്പെടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ സർക്കാരിനോട് അഭിപ്രായം തേടുകയാണ് SIT. വിവരങ്ങൾ നൽകുകയായിരുന്നു ബിനീഷ്.